ഞാൻ എൻ്റെ സങ്കടം പറയുന്നു, ഞാൻ എൻ്റെ ഈശോയോട് വഴക്കുണ്ടാക്കുന്നു, മാതാവിനോട് ഞാൻ എൻ്റെ സങ്കടം പറയുന്നു. പക്ഷേ ആ സെക്കൻഡിൽ ഒരിക്കലും എനിക്ക് എന്നെപ്പോലെ ഒരാൾക്കൊന്നും അങ്ങനെ ഒരു അനുഭവം വരല്ലാത്തതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈശോയും മാതാവും തിരിച്ചെന്നോട് സംസാരിക്കാൻ തുടങ്ങി. നിന്നെ ഞങ്ങൾക്ക് വേണം, ഒരിക്കലും കൈവിടില്ല. ഞാൻ ഈ മാതാവ് എന്നോട് പറഞ്ഞത്, ഞാൻ കൃപാസനത്തിൽ നിന്നെ കൊണ്ടുവന്നത് നീ കരയാനല്ല, ഒരിക്കലും നീ കരയാനല്ല കൊണ്ടുവന്നത്, നിന്നെ രക്ഷിക്കാനാണ്, നിൻ്റെ ജീവിതം എനിക്ക് വേണം. ഇങ്ങനെ പറയുന്ന ഒരു മാതാവിനെ ഞാൻ എന്തുകൊണ്ട് ഇത്രയും വൈകി ഞാൻ സാക്ഷ്യപ്പെടുത്തി എന്ന് ഞാനിപ്പം ഖേദിക്കുന്നു. എനിക്ക് വളരെ ഈ ഡിസംബർ ആദ്യം തന്നെ എനിക്ക് പൂർണ്ണമായി സൗഖ്യം തന്നു. ഞാനൊരു ദർശനം കാണുവാണ് ചെയ്തത്. അതായത് ഡിസംബർ ആദ്യം ഒരു 1-ാം തീയതിയുടെ അടുത്ത് ഒരു ദർശനം കണ്ടു. പക്ഷേ അത് വീട്ടിൽ പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ഈ പീഠത്തിൽ നിന്നാണ് പറയുന്നത്. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, മാതാവിൻ്റെ അടുത്ത് വന്നെന്ന് ആ കാര്യം ആദ്യമായിട്ട് പറയണമെന്ന്. ഞാൻ കണ്ട ദർശനം, മാതാവ് ഞാനപ്പോൾ സങ്കടപ്പെട്ടിരിക്കുമായിരുന്നു. ഡിസംബറിൽ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ലേ, 31 കഴിഞ്ഞ് പോകുമോ എന്നൊക്കെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. അപ്പം മാതാവ് ഈ പീഠത്തിൽ ഈ മൈക്ക് എൻ്റെ കയ്യിലോട്ട് എടുത്ത് എന്നൊരു സ്വപ്നം ഞാൻ കണ്ടു. ഞാൻ ഈ കളറിലുള്ള ഡ്രസ്സ് തന്നെയായിരുന്നു ഇട്ടിരുന്നത് ആ സ്വപ്നത്തിൽ. അങ്ങനെ ഒരു ദർശനമാണ് ഞാൻ കണ്ടത്. അത് കഴിഞ്ഞ് പിന്നെ മൊത്തത്തിൽ എൻ്റെ കയ്യിൽ ഇപ്പം നിങ്ങൾക്ക് കാണാം, ഒരു പാടുപോലും ഇല്ലാതെ എൻ്റെ 2 കൈ പൂർണ്ണമായിട്ട് സുഖപ്പെടുത്തി. എനിക്ക് എല്ലാവരെയും പോലെ കൈ ചലിപ്പിക്കാം, എല്ലാവരെയും പോലെയുള്ള, അതായത് നല്ല കൈ എനിക്ക് തന്നു. കുറച്ച് തിക്നെസ് കുറവാണ് കൈക്ക്, എൻ്റെ സ്കിന്നിന് കുറച്ച് തിക്നെസ് കുറവാണ്. കാരണം അത്രത്തോളം ഇത് ഫിംഗർ പ്രിൻ്റ് എല്ലാം മാഞ്ഞു പോയായിരുന്നു, അത്രത്തോളം പൊട്ടി പഴുത്തായിരുന്നു. അപ്പോൾ കുറച്ച് കട്ടി കുറവാണ്. ഇനി അതും കൂടെ ഒന്നും ആയി കിട്ടിയാൽ മതി, ബാക്കി എനിക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പം എൻ്റെ മാതാവിനെ ഈശോയ്ക്കും ഒരുപാട് നന്ദി, പറഞ്ഞു തീരാത്തത്ര നന്ദി. അടുത്ത സാക്ഷ്യം, എൻ്റെ മമ്മി ഉടമ്പടിയിലാണ്. മമ്മിക്ക് ഒരു രോഗസൗഖ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. മമ്മിക്ക് 2 വർഷമായിട്ട് കാലിൽ വെരിക്കോസ് വെയിൻ്റെ രോഗം ഉണ്ടായിരുന്നു. അത് ആദ്യം കുഴപ്പമില്ല, ഞരമ്പ് ഇങ്ങനെ തടിച്ച് വരുന്നേ ഉള്ളായിരുന്നുള്ളൂ. പിന്നീട് അത് പൊട്ടിയിട്ട് പഴുത്തു. അപ്പം ഞാൻ ഓർത്തു, എനിക്കും അസുഖം, മമ്മിക്കും അസുഖം, മമ്മി കിടന്നു പോയി ഞങ്ങൾ എന്ത് ചെയ്യും? ഞാൻ എന്നിട്ട് അപ്പോൾ പ്രാർത്ഥിക്കുന്നു, മാതാവ് നീ എന്നെ സുഖപ്പെടുത്തിയില്ലല്ലോ, മമ്മിയെ സുഖപ്പെടുത്തണമെന്ന്. അതിൻ്റെ ഫലമായിട്ട് മമ്മിക്ക് ആദ്യത്തെ പുതുക്കുന്നതിന് മുന്നേ തന്നെ മമ്മിക്ക് 100 ദിവസമായപ്പോഴത്തേക്കും മമ്മിക്ക് കാലിന് പൂർണ്ണ സൗഖ്യം കൊടുത്തു. മമ്മി തൈലം മാത്രം പുരട്ടിയേ പ്രവർത്തിച്ചുള്ളൂ. ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നു, ഈ കാര്യത്തിന് ലോകത്ത് ഒരിടത്തും മരുന്നില്ല, വേണമെങ്കിൽ സർജറി ചെയ്യാം, പക്ഷെ അത് ചിലരുടെ ഞരമ്പിൻ്റെ അവസ്ഥ പോലിരിക്കും, ചിലർക്ക് ചലനശേഷിയൊക്കെ നഷ്ടപ്പെട്ടു. ഈ അസുഖത്തിന് ഒരിക്കലും മരുന്നില്ല, ഒരിടത്തും മരുന്നില്ലെന്ന് പറഞ്ഞു വിട്ടതായിരുന്നു. ജസ്റ്റ് ക്ലീൻ ചെയ്ത് മാത്രമേ മമ്മി വിടുള്ളായിരുന്നു. അതുപോലെ പൊട്ടിപ്പഴുത്തായിരുന്നു.